നമസ്കാരം. കണ്ണൂർ പിണറായിയിലെ റസീനയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. അടിസ്ഥാനമായി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്തു തന്നെയായാലും അതിനകത്ത് ഇടപെടാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇടപെടാനോ അതിൽ അഭിപ്രായം പറയാനോ ഇവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യാനോ ഒന്നുമുള്ള അധികാരവും അവകാശവും ഒന്നും SDPI എന്ന പാർട്ടിക്കോ അതിന്റെ പ്രവർത്തകർക്കോ ഇല്ല എന്നതാണ് സത്യം. ഇവിടെ നിയമ സംവിധാനമുണ്ട്. ഇവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നോക്കാൻ ഇവരുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്. ഇവിടെ നിയമ സംവിധാനമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. അതിനകത്ത് ആൾക്കൂട്ട വിചാരണ നടത്താനും ഇത് സമ്മേളനം നടത്തി അല്ലെങ്കിൽ SDPIയുടെ ഓഫീസിൽ വെച്ച് ഇത് ഒത്തുതീർപ്പാക്കാനും ഒക്കെ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, വിവാഹ വാഗ്ദാനം നൽകി ആൺസുഹൃത്ത് റസീനയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. റസീനയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിനെതിരെ ഗുരുതര പരാതിയുമായി എത്തിയിരിക്കുന്നത് റസീനയുടെ അമ്മ തന്നെയാണ്. 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും ആൺസുഹൃത്ത് കൈവശപ്പെടുത്തി. മാതാവിന്റെ വെളിപ്പെടുത്തലിൽ അറസ്റ്റിലായവരുടെ കേസ് പിൻവലിക്കണം എന്ന ആവശ്യവുമായി SDPI ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പുതിയ ട്വിസ്റ്റ്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇതിനകത്ത് ഇവർക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും അത് പരാതിയായി കൊടുക്കാം. അത് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെയും അവരുടെ സ്വകാര്യതയും ഒക്കെ ചോദ്യം ചെയ്യും. ഇപ്പം ആൺസുഹൃത്തുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തുമായി സംസാരിക്കുന്നു, ബന്ധുവുമായി സംസാരിക്കുന്നു, അതൊക്കെ അവരുടെ പ്രായപൂർത്തിയായ സ്ത്രീയാണ്, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ഇടപെടാൻ ഈ മാതാപിതാക്കൾക്ക് പോലും അവകാശമില്ല നിയമപരമായി. ഈ SDPI പ്രവർത്തകർക്ക് എന്താണ് അവകാശം എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കായലോട്ടെ റസീനയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിനെതിരെയാണ് ഇപ്പോൾ ഗുരുതര പരാതിയുമായി യുവതിയുടെ മാതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. കൊളച്ചേരി സ്വദേശി റഹീസ് എന്ന് പറയുന്ന ആൺസുഹൃത്തിനെതിരെയാണ് പരാതി. റഹീസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാളുമായി സംസാരിച്ചു നിന്നു എന്ന പേരിലാണ് SDPI പ്രവർത്തകർ ഈ വിഷയത്തിൽ സദാചാര ഗുണ്ടായിസം കാണിക്കുകയും ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ അടക്കം വിളിച്ചു വരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തത് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, വിവാഹ വാഗ്ദാനം നൽകി എന്നൊക്കെയാണ് പറയുന്നത്. പണം അപഹരിച്ചു. അതുപോലെ വിഷയത്തിൽ അറസ്റ്റിലായവർക്ക് പിന്തുണയുമായി SDPI രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞ് ഈ കേസ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് SDPI കണ്ണൂർ ജില്ലാ ഘടകവും ഒക്കെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ മാതാവ് ഈ ഒരു സത്യം വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കള്ളക്കേസ് പിൻവലിക്കണം എന്നാണ് SDPI കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ആവശ്യപ്പെടുന്നത്. ഭർത്തൃമതിയായ റസീനെ ആൺസുഹൃത്ത് സാമ്പത്തികമായി ഉൾപ്പെടെ ചൂഷണം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് SDPI പറയുന്നത്. പക്ഷേ ഈ സൗഹൃദം കുറച്ചു കാലമായി ഈ കുട്ടി തുടരുകയാണ് എന്നാണ് പ്രദേശവാസികളും കുട്ടിയുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഉണ്ടായ ആത്മഹത്യക്ക് കാരണം ഈ ആൾക്കൂട്ട വിചാരണയല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഈ ഒരു വിഷയത്തിൽ CPMന്റെ ഇടപെടൽ ഏത് രീതിയിലാണ് എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അത് മറ്റൊരു വിശദീകരണ വാർത്തയെ തന്നെ, വ്യക്തമായ ഒരു വാർത്തയെ തന്നെ തത്വമേ സംപ്രേഷണം ചെയ്യും. എന്തൊക്കെ വന്നാലും ശരി, ഇപ്പോൾ ഈ SDPI പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതിയാണ്, അത് പിൻവലിക്കണം എന്ന ഒരു വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ട് കുറെ പേർ രംഗത്ത് വരുന്നുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ, അതിപ്പോൾ ആൺ സുഹൃത്തായിക്കോട്ടെ, ആണല്ലാത്ത സുഹൃത്തായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, പ്രായപൂർത്തിയായ 18 വയസ്സ് തികഞ്ഞ ഒരു ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും അല്ലെങ്കിൽ പുരുഷനായാലും സ്ത്രീയായാലും ആരുമായും സംസാരിക്കാനും അവരുടെ പരസ്പര ഉഭയകക്ഷി സമ്മതത്തോടെ എല്ലാ ബന്ധങ്ങളിലും ഏർപ്പെടാനും ഒപ്പം യാത്ര ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നത്, നിയമ സംവിധാനത്തെ, ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നത് പോലെ അല്ലേ എന്ന ഒരു വാദവും ഇതിനിടയിലൂടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ഇതൊരു സ്വാഭാവികമായ പ്രശ്നമല്ല. ഇത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടി, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ആ കുടുംബ പ്രശ്നങ്ങളിലേക്കൊന്നും നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മതവാദവും ഒക്കെ തന്നെ വച്ചു പുലർത്തി ഇതിനിടയിലൂടെ പുട്ടിന് പീര പോലെ കലർത്തിക്കൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട, ജീവനൊടുക്കിയ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് പോലും വില പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്നു, അതിനെയും മതവൽക്കരിക്കുന്നു എന്നൊരു ദുരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു മരണം അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം ഈ ഒരു വാർത്തയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, സദാചാര ഗുണ്ടായിസവും നിയമം കയ്യിലെടുത്തും പാർട്ടി ഗുണ്ടായിസം കാണിക്കാനും ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെ ആയാലും ഇത്തരം ആൾക്കൂട്ട വിചാരണയും മറ്റും നടത്താനും കമ്മിറ്റി കൂടാനും ഉള്ള അധികാരമൊന്നും SDPIക്കാർക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇവിടെ ആരും പതിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾ സദാചാര പോലീസ് ചമയേണ്ട കാര്യമില്ല. ഇവിടെ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അവർ പരാതി കൊടുത്തുകൊള്ളും. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ തീർത്തുകൊള്ളും. അവരുടെ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം വഷളാക്കി അത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു
എന്നത് ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ഈ പെൺകുട്ടിയുടെ മൊബൈൽ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി പോലീസ് അറിയിക്കുന്നത്. എന്തായാലും അന്വേഷണം മുമ്പോട്ട് പോകട്ടെ. അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ വ്യക്തത വരുമായിരിക്കും.